കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദ് നഗറിൽ, മഹാരാഷ്ട്രയിൽ പൂനെയ്ക്ക് സമീപം അഹമ്മദ് നഗറിൽ നടന്ന മെഗാ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട രംഗങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. പ്രാർത്ഥിക്കണം. ഇന്ന് മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് കാണുകയല്ല, നമ്മൾ അവിടെ കേട്ട വചനം, അവിടെ ഉണ്ടായ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിലും വിടുതലാകാൻ പോവുക. പ്രാർത്ഥനയോടെ അഹമ്മദ് നഗർ മീറ്റിങ്ങിലേക്ക് നമുക്ക് പോകാം. You might be feeling wretched because of your sickness, wretched because of your sin, wretched because something is wrong. I promise you, as a man of God, the blood of Jesus will cleanse you totally and set you free. The truth is Jesus has done everything for your restoration. We cannot see Jesus, but we can see the miracles and understand that he is here tonight. യേശുക്രിസ്തുവിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുകയില്ല എങ്കിലും തന്റെ സാന്നിധ്യത്തെ ഈ അത്ഭുതങ്ങളാൽ നമുക്ക് വെളിപ്പെടും. Oh, Jesus is a miracle worker. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നവനാകുന്നു. Dr. Benji, who is leading our churches in Australia. ഡോക്ടർ ബെഞ്ചി താൻ ഓസ്ട്രേലിയയിൽ നമ്മുടെ സഭയുടെ ശുശ്രൂഷകനാകുന്നു. He came to our church 9 years ago first time. താൻ ആദ്യമായി 9 വർഷം മുമ്പാണ് നമ്മുടെ സഭയിൽ കടന്നു വന്നത്. He came with a sickness called cancer. താൻ ക്യാൻസർ എന്ന മാരക രോഗം പിടിപെട്ടാണ് സഭയിൽ വന്നത്. Stage 2nd grade. 2ാം ഗ്രേഡ് ആയിരുന്നു തന്റെ അസുഖത്തിന്റെ നില. Doctors never said he was going to cross that month. ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, ഈ മാസം പോലും താൻ പൂർത്തീകരിക്കില്ല. Hallelujah. Hallelujah. We love doctors. എനിക്ക് ഡോക്ടർമാരോട് വളരെ സ്നേഹവും ബഹുമാനവുമാണ്. They always say that what is the fact. അവർ എപ്പോഴും വസ്തുതയാകുന്നു നമ്മളോട് പറയുന്നത്. They look at the reports and say this is the problem. അവർ റിപ്പോർട്ടുകൾ നോക്കി പ്രകാരം പറയും, ഇതാകുന്നു പ്രശ്നം. But I praise God, Jesus says the truth. എന്നാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, താൻ എപ്പോഴും സത്യം മാത്രമേ പറയുകയുള്ളൂ. Jesus said, by my stripes you will be healed. എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് പരിപൂർണ്ണ സൗഖ്യമുണ്ടാകും. Hallelujah. Hallelujah. When he came in the first time, I said, well, this does not belong to you. Why do you take others parcel with yourself? ഞാൻ ഇപ്രകാരം തന്നോട് പറഞ്ഞു, ഇത് താങ്കൾക്കുള്ള സമ്മാനമല്ല, എന്താണ് മറ്റുള്ളവർക്കുമുള്ളത് താങ്കൾ എടുക്കുന്നത്? Oh, he was confused. താൻ വളരെ ചിന്താക്കുഴപ്പത്തിലായി. Night again he called me. താൻ എന്നെ അതിനുശേഷം വിളിച്ചു. I told him the same. ഞാൻ തന്നോട് അപ്രകാരം തന്നെ പറഞ്ഞു. I told him I know Jesus. ഞാൻ പറഞ്ഞു, എനിക്ക് യേശുവിനെ അറിയാം. I know he loves you. ഞാൻ അറിയുന്നു താങ്കളെ അവൻ സ്നേഹിക്കുന്നുവെന്നും. Today when he stands here, ഇന്ന് ഇപ്പോൾ താൻ ഇവിടെ നിൽക്കുമ്പോൾ he is totally healed 9 years now and leading our churches in Australia. താൻ 9 വർഷങ്ങൾക്ക് ശേഷം താൻ പരിപൂർണ്ണ സൗഖ്യവാനായി ഓസ്ട്രേലിയയിൽ യേശുവിന്റെ ശുശ്രൂഷകനായിരിക്കുന്നു. Jesus is the same who healed him 9 years ago, same here tonight. 9 വർഷങ്ങൾക്ക് മുമ്പ് ഈ വ്യക്തിയെ സൗഖ്യമാക്കിയ അതേ യേശു മാറ്റമില്ലാത്തവനായി Can you say thank you Jesus? വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ Thank you Jesus. നന്ദി എന്ന് പറഞ്ഞാട്ടെ. Jesus never came to start the religion called Christianity. മതം സ്ഥാപിക്കുവാനല്ല യേശു വന്നത്. No, he never said all the other religions are bad, so a new religion I will start. Jesus never said so. യേശു ഇപ്രകാരം ഒരിക്കലും പറഞ്ഞില്ല, മറ്റു മതങ്ങളൊക്കെ അത് പൊളിവാണ്, അതുകൊണ്ട് ഞാൻ പുതിയൊരു മതം സ്ഥാപിക്കുന്നുവെന്ന്.
No, he said like this. താൻ ഇപ്രകാരം വിളിച്ചു He പറഞ്ഞു, said, I have come to give you life and life in abundance. ഞാൻ വന്നിരിക്കുന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. Hallelujah. He ഹല്ലേലൂയ. came to show what an ordinary man filled with God can do. ഈ ഭൂമിയിൽ ഒരു സാധാരണ വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ എന്തൊക്കെ ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്ന്. Jesus never came to this earth to show what God can do on this earth. Jesus came to this earth to show you and me what an ordinary man filled with God can do. ദൈവത്തിന് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് കാണിക്കുവാനല്ല യേശു വന്നത്. നിങ്ങളെയും എന്നെയും പോലുള്ള സാധാരണ വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്കുവാൻ അത്ര I യേശു വന്നത്. believe that is the biggest miracle. ഞാൻ വിശ്വസിക്കുന്നു അതാകുന്നു ഏറ്റവും വലിയ അത്ഭുതം. That ordinary men like you and me, our sins are forgiven and God dwelling inside of us. എന്നെയും താങ്കളെയും പോലുള്ള സാധാരണ വ്യക്തികൾ പാപങ്ങൾ കഴുകപ്പെട്ടവർ ദൈവത്താൽ നിറയപ്പെട്ടിരിക്കുന്നവർ തന്നെ. Hallelujah. Hallelujah. That is the biggest ever miracle I can ever think of. എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അത്ഭുതം. And I know that Jesus is going to do that every day and even tonight right over here. യേശുക്രിസ്തു താൻ എന്നും അത് പ്രവർത്തിക്കുന്നു. ഈ രാത്രിയിലും താൻ അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Jesus came and displayed the love of God. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി. Till Jesus came on this earth, there was a confusion about God. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതുവരെയും മാനവജാതിക്ക് ദൈവത്തെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. Many theories about God was there. People could not understand God, yet they wanted the help of God. ദൈവത്തെക്കുറിച്ച് വിവിധ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ സഹായം എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്ന് മാനവജാതിക്ക് അറിയില്ലായിരുന്നു. The Bible says in the book of John, no one has ever seen God, but Jesus came and revealed who God was. എന്നാൽ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, ആർക്കും ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നപ്പോൾ യേശു തന്നെ വന്ന് താൻ ദൈവത്തെ വെളിപ്പെടുത്തി. He proved to you and me that God is love. താൻ നമുക്ക് വെളിപ്പെടുത്തി തന്നു ദൈവം സ്നേഹമാകുന്നു. He proved to you and me that God is interested in everything of your life. താങ്കളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് താൻ വെളിപ്പെടുത്തി. I want to tell here everyone here tonight. ഈ രാത്രിയിൽ കടന്നു വന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയട്ടെ. You might be sitting in the front, you might be sitting in the last row where I cannot see you, but you are being seen by Jesus and Jesus is interested in you. നിങ്ങൾ ഒരുപക്ഷേ ഏറ്റവും മുൻപിലായിരിക്കാം ഇരിക്കുന്നത്, എനിക്ക് കാണുവാൻ കഴിയാതെ ഏറ്റവും പുറകിലായിരിക്കാം ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയുണ്ട്. Jesus is love. താൻ സ്നേഹമാകുന്നു. Hallelujah. ഹല്ലേലൂയ. When Jesus came into this earth, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ lepers could not come into the society. കുഷ്ഠരോഗികൾക്ക് സമൂഹത്തിൽ വരുവാൻ സാധിച്ചിരുന്നില്ല. If any leper came to the society, ഏതെങ്കിലും ഒരു കുഷ്ഠരോഗി താൻ സമൂഹത്തിൽ വന്നാൽ the law said kill him. നിയമം പറയുന്നു അവനെ കൊന്നുകളക. People thought that God kills lepers. ജനം ഇപ്രകാരം ചിന്തിച്ചു, ദൈവം കുഷ്ഠരോഗിയെ കൊന്നുകളയുന്നു. Till Jesus came, people thought God is a cruel God who kills lepers. യേശുക്രിസ്തു വരുന്നതുവരെയും ജനങ്ങൾ ഇപ്രകാരം ചിന്തിച്ചു, കുഷ്ഠരോഗികളെ കൊന്നുകളയുന്ന ദുഷ്ടനാകുന്നു ദൈവം. But when Jesus came, എന്നാൽ യേശു വന്നപ്പോൾ a leper came and ran to Jesus. കുഷ്ഠരോഗികൾ ഓടി യേശുവിന്റെ അടുക്കൽ വന്നു. Jesus did not say kill him. യേശു ഒരിക്കലും പറഞ്ഞില്ല അവരെ കൊന്നുകളക. Jesus touched the leper and healed യേശു him. കുഷ്ഠരോഗിയെ തൊട്ട് അവനെ സൗഖ്യമാക്കി. Hallelujah. ഹല്ലേലൂയ. He showed that he is interested in healing. യേശുക്രിസ്തു താൻ വെളിപ്പെടുത്തി താൻ സൗഖ്യമാക്കുവാൻ ഏറെ മനസ്സുള്ളവനാകുന്നു The എന്ന്. people, the women who had flow of blood were not allowed to come near in the society. രക്തസ്രവമുള്ള സ്ത്രീക്ക് സമൂഹത്തിൽ വരുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. If they came, the law said kill them, stone them to death. അവർ സമൂഹത്തിലേക്ക് കടന്നു വന്നാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാകുന്നു നിയമം പറഞ്ഞിരുന്നത്.
But a woman with a red blood flow came and touched Jesus. Jesus never said, "Don't touch me, I will become unclean." യേശുക്രിസ്തുവിനെ ഒരു രക്തസ്രവമുള്ള സ്ത്രീ വന്ന് സൗഖ്യത്തിനായി തൊട്ടു. യേശു അവളോട് പറഞ്ഞില്ല, നീ തൊട്ടാൽ ഞാൻ അശുദ്ധനാകുമെന്ന്. Jesus never said, don't touch me, I will become unclean. യേശു താൻ പറഞ്ഞില്ല, എന്നെ തുടരുത്, ഞാൻ അശുദ്ധനാകുമെന്ന്. Jesus never said, no, kill her, she is unclean. യേശു പറഞ്ഞില്ല, അരുത്, എന്നെ തുടരുത്, അവളെ കൊന്നുകളക. But Jesus looked at her and said, your faith has made you യേശു whole. അവളെ നോക്കി പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന്. The same Jesus is here tonight. യേശു ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. The same lover Jesus is here tonight. യേശു തന്നെ ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. And he loves you to the core. അങ്ങേ അറ്റം നിന്നെ സ്നേഹിക്കുന്നു. The book of Colossians chapter 1 and verse 12, 13, 14. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. It is a word that has touched my life in a very beautiful manner. നല്ല നിലയിൽ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച വചനങ്ങളാകുന്നു അത്. Jesus is യേശു love. താൻ സ്നേഹമാകുന്നു. And the words of Jesus is very ഓരോ simple. വാക്കുകളും ഏറെ ലളിതമാകുന്നു. Jesus never preached something, talked something that you cannot നിങ്ങൾക്ക് understand. മനസ്സിലാകുവാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും യേശു പ്രസംഗിച്ചിട്ടില്ല. Jesus never said a word that will താങ്കളെ confuse you. ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കാര്യവും യേശു പറഞ്ഞിട്ടില്ല. Jesus said യേശു like this, ഇപ്രകാരം പറഞ്ഞു, do not നിങ്ങൾ worry. ഭാരപ്പെടരുത്. Do not worry. നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. When I say do not worry, you cannot understand. ഞാൻ വിചാരപ്പെടരുത് എന്ന് പറയുമ്പോൾ But Jesus made it very simple. യേശു അതിനെ ഏറ്റവും ലളിതമാക്കി He said തീർത്തു. like this, look at the birds in the sky. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. Nagar mein birds hai. ഈ നഗരത്തിൽ പക്ഷികളുണ്ടോ? Jesus said, look at the birds in the sky. യേശു ഇപ്രകാരം പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. How do the birds fly? എങ്ങനെയാണ് പക്ഷികൾ പറക്കുന്നത്? In Kerala, the birds fly like this. കേരളത്തിൽ പക്ഷികൾ ഇങ്ങനെയാണ് പറക്കുന്നത്. I never knew in Nagar birds fly like this. ഓ, ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല ഇവിടെ പക്ഷികൾ ഇങ്ങനെയാണ് പറക്കുന്നതെന്ന്. How does bird fly in Nagar? എങ്ങനെയാണ് നഗറിൽ പക്ഷികൾ പറക്കുന്നത്? Same. കേരളത്തിലെ പോലെ തന്നെ. Jesus said, look at the birds. യേശു പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. Enjoy. അവൾ വളരെ സന്തോഷിക്കുന്നു. Have you seen a bird sitting like this? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പക്ഷി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? देखा है? കണ്ടിട്ടുണ്ടോ? नगर में कोई पक्षी ऐसे बैठा देखा है? ഏതെങ്കിലും പക്ഷി ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? बच्ची का विवाह कैसे होगा? ഓ, എന്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കും? देखा है? കണ്ടിട്ടുണ്ടോ? Jesus said, if the birds don't sit like this and worry, you are more important than the bird. അങ്ങനെ ആകാശത്തിലെ പറവകൾ ഇങ്ങനെ ഭാരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പക്ഷികളെക്കാട്ടിലും എത്രമാത്രം വിലയേറിയവരാകുന്നു. Hallelujah. Hallelujah. Jesus did not die for a bird, he died for you and me. യേശുക്രിസ്തു പറവകൾക്ക് വേണ്ടിയല്ല മരിച്ചത്, നിങ്ങൾക്ക് വേണ്ടിയാകുന്നു മരിച്ചത്. Hallelujah. Jesus said, do not worry. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ Do ഭാരപ്പെടരുത്. not worry means do not worry. വിചാരപ്പെടരുത്. If Jesus Christ is your Lord, യേശുക്രിസ്തു താങ്കളുടെ കർത്താവാകുന്നുവെങ്കിൽ there is no need to worry at all. യാതൊരു സാഹചര്യത്തിലും നിങ്ങൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. That is why when you believe in Jesus, you are filled with joy and you dance and rejoice. അതുകൊണ്ടാണ് യേശു വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തിൽ നിറഞ്ഞ് നൃത്തം ചെയ്യുന്നത്. Some people think, believing in Jesus means very, very serious. Praise the Lord. ചിലർ ചിന്തിക്കുന്നുണ്ട് യേശു വിശ്വസിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള But കാര്യമാണ്. my Bible says anointing means oil of gladness. എന്നാൽ അവന്റെ അഭിഷേകം ആനന്ദ തൈലമാകുന്നു.
Hallelujah. Hallelujah. Anand. അത് Hallelujah. മഹാസന്തോഷമാകുന്നു. Great joy in Jesus Christ. യേശുക്രിസ്തുവിൽ മഹാസന്തോഷമുണ്ട്. The Bible says, ബൈബിൾ പറയുന്നു Mota Anand. മഹാസന്തോഷം. Oh, hallelujah. Very good. Mota Anand. മഹാസന്തോഷം. Hallelujah. ഹല്ലേലൂയ. The Bible says, വേദപുസ്തകം പറയുന്നു and giving thanks to the Father who qualified us to be partakers of the inheritance of the saints in the light, he has delivered us from the power of darkness and conveyed us into the kingdom of the Son of his love, in whom we have redemption through his blood and forgiveness of sin. Colossians chapter 1 verse 12, 13 and 14. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Hallelujah. ഹല്ലേലൂയ. The Bible says Jesus qualified us, അവൻ നമ്മളെ യോഗ്യരാക്കി തീർത്തു. delivered us, അവൻ നമ്മെ വിടുവിച്ചു. conveyed us, അവൻ നമ്മളെ തന്റെ രാജ്യത്തിലാക്കി and in തീർത്തു. him he how he does. അവനിലാകുന്നു താൻ ചെയ്തത്. The three main factors that humanity suffers is, number one, I am not qualified, I am not worthy. മാനവജാതി താൻ ഭാരപ്പെട്ടിരുന്ന 3 വിഷയങ്ങളിലായിരുന്നു. അതിലൊന്ന് യോഗ്യത ഇല്ല എന്നുള്ളത് തന്നെ. Many people whom I have seen, even born again Christians, they think they are not worthy. ഞാൻ കണ്ടിട്ടുണ്ട് രക്ഷിക്കപ്പെട്ടവർ പോലും തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ യോഗ്യതയുള്ളവനല്ല എന്ന്. I am not worthy. ഞാൻ യാതൊരു യോഗ്യതയുമുള്ളവനല്ല. When something wrong goes in their തങ്ങളുടെ life, ജീവിതത്തിൽ എന്തെങ്കിലും ഭാരമുള്ളത് സംഭവിച്ചാൽ immediately they think something I did wrong, I am not അവർ പ്രകാരം worthy. ചിന്തിക്കുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് ഇതെനിക്ക് ഭവിച്ചത്. Number two, many people are under guilt. അനേകർ പാപബോധത്തിന്റെ കീഴിലാകുന്നു. God does not like me because I am not worthy again. ഞാൻ യോഗ്യനായതുകൊണ്ടല്ല ദൈവം എന്നെ സ്നേഹിച്ചത്. And because of these two, the result is fear. ഈ കാരണം കൊണ്ടാകുന്നു ഭയം ഉള്ളിൽ കിടക്കുന്നത്. And because of fear, we are expecting worse things to happen in our ഈ life. ഭയം കാരണം ജീവിതത്തിൽ എപ്പോഴും തിന്മ ഭവിക്കും എന്ന് ചിന്തിക്കുന്നു. I am not worthy. ഞാൻ യോഗ്യനല്ല, I am guilty that I am not good. യാതൊരു യോഗ്യതയുള്ളവനല്ല എന്ന് ചിന്തിക്കുന്നു. So fear of bad things happening to me. അതുകൊണ്ട് തിന്മ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് I ചിന്തിക്കുന്നു. know of a person called Paul, the main apostle of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രസിദ്ധനായ അപ്പോസ്തലനായ പൗലോസ് At one point of time he said like this, "Oh wretched man that I am, who can save me from this guilt, from this condemnation?" താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ താഴ്ചയിൽ നിന്നും ആരെന്നെ He said, വിടുവിക്കും? "Oh wretched man that I am, ഓ അരിഷ്ട മനുഷ്യനാകുന്ന ഞാൻ, who can help me?" ആർക്കെന്നെ രക്ഷിക്കുവാൻ He did സാധിക്കും? not say which religion can help me. ഏത് മതം എന്നെ രക്ഷിക്കുമെന്ന് താൻ ചോദിച്ചില്ല. He did not say which theology can help me. ഏത് ദൈവശാസ്ത്രം എന്നെ രക്ഷിക്കുമെന്ന് താൻ ചോദിച്ചില്ല. He knew that no good teaching, no religion could help him. He said, "Thanks be to God for Jesus Christ who can help me." താൻ ഇപ്രകാരം തിരിച്ചറിഞ്ഞു, ഒരു മതത്തിനോ ഒരു നല്ല പഠിപ്പീരിനോ തന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല, എന്നാൽ യേശുവിന് തന്നെ രക്ഷിക്കുവാൻ സാധിക്കും. Hallelujah. Hallelujah. Jesus is not just a teaching. Jesus is not a religion. Jesus is not a theology. He is a person. He is a savior who can bring you out of every wretched feeling. യേശുക്രിസ്തു ഒരു സിദ്ധാന്തമല്ല, യേശുക്രിസ്തു ഒരു മതമല്ല, യേശുക്രിസ്തു ഒരു ദൈവശാസ്ത്രമല്ല. താൻ ഒരു വ്യക്തിയാകുന്നു, താൻ രക്ഷകനാകുന്നു. എല്ലാ തിന്മതന സാഹചര്യത്തിലും നിന്നെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാകുന്നു. Even tonight you might be feeling wretched because of your sickness, wretched because
of your sin, wretched because something is wrong. I promise you, as a man of God, the blood of Jesus will cleanse you totally and set you free. രോഗം മുഖാന്തരം, പാപം മുഖാന്തരം, തിന്മകൾ മുഖാന്തരം പരീക്ഷിതനായിരിക്കുന്നുവോ? എന്നാൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ രക്തത്തിന് നിങ്ങളുടെ പാപങ്ങൾ കഴുകി പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ സാധിക്കും. പറഞ്ഞാട്ടെ ഹല്ലേലൂയ, Hallelujah! Hallelujah! Every wretched man is made a man who is free of every condemnation. അരിഷ്ടനായ ഒരു വ്യക്തിയെ താൻ പരിപൂർണ വിടുതലിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ the Bible says വേദപുസ്തകം there പറയുന്നു, is no condemnation for those who are in Jesus Christ. ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. The truth is that Jesus has delivered you totally. എന്നാൽ സത്യമെന്നത് യേശുക്രിസ്തു നിങ്ങളെ പരിപൂർണരായി The വിടുവിച്ചിരിക്കുന്നു. truth is Jesus has done everything for your restoration. നിങ്ങളുടെ പുനഃസ്ഥാപനത്തിനായുള്ള മുഴുവൻ കാര്യങ്ങളും യേശു ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. You don't have to give money. You don't have to offer anything to receive this. This is absolutely free in Jesus' name. നിങ്ങൾ ഇതിനായി പണം കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിനായി കാഴ്ചകൾ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് യേശുവിന്റെ രക്തത്താൽ അത് പരിപൂർണമായി സൗജന്യമാകുന്നു. അഹമ്മദ് നഗർ സ്റ്റേഡിയത്തിൽ ഇറങ്ങി വന്ന അതേ ദൈവ സാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെയും എൻ്റെ സമീപെ നിറഞ്ഞു നിൽക്കുക. നമ്മൾ കേട്ട അതേ വചനമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അവന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 2000 വർഷം മുമ്പ് ഗലീലയിലും ചുറ്റുപാടിലും കർത്താവ് തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായെങ്കിൽ അതേ ദൈവമഹത്വം നമ്മൾ കണ്ടതുപോലെ അഹമ്മദ് നഗറിൽ അത്ഭുതം ചെയ്തെങ്കിൽ അതേ കർത്താവാണ് ഈ വചനത്തിലൂടെ എൻ്റെ നിങ്ങളുടെ സമീപം എത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് വിടുതല. വർഷങ്ങളായി ശരീരത്തിൽ ഒരു മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാത്ത നിലയിൽ വീണ്ടും വീണ്ടും ഇൻഫെക്റ്റഡ് ആകുന്ന ഒരു ഇൻഫെക്ഷൻ ഇന്ന് ഈ പ്രാർത്ഥന മധ്യത്തിൽ സൗഖ്യമാകുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്നു. അതുപോലെ തന്നെ വർഷങ്ങളായി കൂടെ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷനുകൾ കർത്താവിൻ്റെ ഉള്ള ഇൻഫെക്ഷൻ എടുത്തു കാണിക്കുകയാണ്. യൂറിനറി പ്രോബ്ലം, അതുപോലെ ടോൺസിലൈറ്റിസ്, അതുപോലെ വലിയ ചിലർക്ക് വലിയ പനി വന്ന് ഡോക്ടർമാർക്ക് എന്ത് ചെയ്തിട്ടും പല ആൻറ്റിബയോട്ടിക്കുകൾ കൊടുത്തിട്ടും വിടുതലില്ലാത്ത സ്ഥിതിയിൽ ആയിരിക്കുന്ന അണുബാധകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതലാകും. അതിൻ്റെ ചില രോഗങ്ങളുടെ പുറകിൽ വെറും ഫിസിക്കൽ പ്രോബ്ലം അല്ല. വെറും ഫിസിക്കൽ പ്രോബ്ലം ട്രീറ്റ്മെൻറ്റ് കൊണ്ട് സൗഖ്യമാകാം, മരുന്നുകൾ അതിൽ ഫലിക്കും. എന്നാൽ ഒരു ബാധ, പൈശാചിക ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ അത് ആ നാമത്തിന് മുമ്പിൽ മാത്രമേ അത് മുട്ടുമടക്കത്തുള്ളൂ. ഇത് കേൾക്കാൻ നിങ്ങൾക്കിടയായത് നിങ്ങളുടെ ജീവിതത്തിലെ വിടുതൽ. അപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും നിങ്ങളിന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, അയ്യോ എൻ്റെ ഇന്ന ആളിതൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഈ വചനം കേട്ടിരുന്നെങ്കിൽ, ഈ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളവിടെ നിന്ന് ചിന്തിക്കുക. പക്ഷേ ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വിടുതലുണ്ടാകും. കുഞ്ഞുങ്ങളില്ലാത്ത ചിലർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ചില ബന്ധുക്കളിൽ ആർക്കോ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. അത്ഭുതം നടക്കാൻ പോവുക. ഏത് രോഗമായാലും യേശു സൗഖ്യമാക്കും. ഏത് കടഭാരമോ ഏത് പ്രശ്നമായാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിദൂരങ്ങളിൽ വിടുതലുണ്ടാവും. ഇന്ന് ഞാനും നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ മാത്രമല്ല അനേക ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ എവിടെയൊക്കെയോ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒന്ന് കൈ കോർക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, അഹമ്മദ് നഗറിൽ കർത്താവെ അങ്ങ് ചെയ്ത വലിയ വിടുതലുകൾ ഞങ്ങൾ കണ്ടു, കേട്ടു, ദൈവവചനം കേട്ടു. അതേ കർത്താവിൻ്റെ അത്ഭുതം ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. നാളുകളായി ഉണങ്ങാത്ത മുറിവ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിലെ ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ എന്നെ കേൾക്കുന്നല്ലോ. ആ റിസൾട്ടുകൾ ഇനി നേരെയാകത്തില്ല, ഡോക്ടർമാർ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിടത്ത് ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസംബർ 20 കഴിയുമ്പോൾ തന്നെ അത്ഭുതം നിങ്ങൾ കേൾക്കാൻ പോവാണ്. നിങ്ങൾക്കൊരു കുഞ്ഞ് പിറക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം. ചില കുടുംബങ്ങളിൽ ഇത് വന്ധ്യതയെന്ന് എഴുതി തള്ളിയത്, പ്രായം കടന്നെന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം നീട്ടിയതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ
ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ കരം ആ കുഞ്ഞിനെ തൊടുന്നു. പൂർണ്ണ വിടുതലാകട്ടെ. ഭയം, അങ്ങനെയുള്ള പൈശാചി ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിൻ്റെ ദിവ്യ സമാധാനം ഓരോ ഹൃദയങ്ങളിലും കൊടുക്കുന്നതിനായി സ്തോത്രം. ഏത് പ്രതിസന്ധി ആയാലും കർത്താവ് വിടുവിക്കണമേ. വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് ബിസിനസ്സുകാർ, കർഷകർ, ഏത് തുറയിലാണെങ്കിലും കർത്താവിൻ്റെ കരം അവരെ തൊടുന്നതിനായി സ്തോത്രം. ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാന ചുമതല വഹിക്കുന്ന ആരോ, സ്കൂളാകാം, ഏതോ ഒരു വലിയ സ്ഥാപനമാണ്, നിങ്ങളുടെ തോളിലാണ്. പക്ഷേ നിങ്ങൾ വലിയൊരു നിങ്ങൾ ഒരു പ്രതിക്കൂട്ടിലാകുന്ന പോലെ, നിങ്ങളെല്ലാവരും വിരൽ ചൂണ്ടുന്ന പോലെ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീയിൽ മഞ്ഞുരുകിപ്പോകുന്ന പോലെ, കാർമേഘം കാറ്റത്ത് മാറിപ്പോകുന്ന പോലെ വിഷയത്തിന് വിടുതലാകുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ കരം നീട്ടിയതിനായി സ്തോത്രം. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വലിയ വിടുതലുകൾ തന്നിട്ടുണ്ട്. ഈ TV പ്രേക്ഷക മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച വിടുതലൊന്നൊന്ന് പറയണം. ഈ എടുത്തു പറയുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്ന അതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതിൻ്റെ സാക്ഷ്യങ്ങൾ പിന്നീട് ലോകം അറിയട്ടെ. യേശു പ്രവർത്തിക്കുന്ന വിധം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അഹമ്മദ് നഗറിലെ മീറ്റിങ്ങിൻ്റെ ഇനിയും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളുണ്ടായിരുന്നു, വിടുതലുണ്ടായിരുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് അഹമ്മദ് നഗറിലെ അനുഭവങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൂവാറ്റുപുഴയിൽ നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ, നെഹ്റു പാർക്കിന് സമീപം. തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഡിസംബർ 5 വെള്ളി വൈകിട്ട് 5:30 ഡിസംബർ 6 ശനി രാവിലെ 10 പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे हम